ബി.ജെ.പിയിലേക്ക് ഇതര പാർട്ടികളിൽ നിന്നുള്ള നേതാക്കന്മാരെയും പ്രവർത്തകരെയും ആകർഷിക്കുന്ന ഓപ്പറേഷൻ ലോട്ടസിൻ്റെ രഹസ്യം ചോർന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ ശോഭാ സുരേന്ദ്രന് വെല്ലുവിളിയാകുമോ? ശോഭാ സുരേന്ദ്രനെതിരെ ദേശീയ നേതൃത്വം നടപടിയെടുക്കുമോ? പി ജയരാജൻ വിഷയം വിവാദമാക്കിയ ശോഭയ്ക്കെതിരെ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിൽ ഒരു പക്ഷത്തിന് അതൃപ്തി ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ശോഭയ്ക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് ഒരു ദേശീയ ഇംഗ്ലീഷ് ദിനപത്രം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിനിടെ ഉണ്ടായ വിവാദത്തെക്കുറിച്ച് കേരളത്തിൻ്റെ പ്രഭാരി ആയ പ്രകാശ് ജാവദേക്കർ തന്നെ ദേശീയ നേതൃത്വത്തിന് വൈകാതെ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മെയ് 7 ചേരുന്ന സംസ്ഥാനതല യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അവസരത്തിലുള്ള പല വെളിപ്പെടുത്തലുകളും ബി.ജെ.പിയുടെ കേരളത്തിലെ തുടർന്നുള്ള നടപടികൾക്ക് വിഘാതമാകുന്നുവെന്നുള്ള ധാരണയാണ് ഒരു വിഭാഗത്തിനുള്ളത്. പിന്നണിയിലുള്ള പല പ്രമുഖരെയും ബി.ജെ.പി ഇതിനകം തന്നെ ചൂണ്ടയിട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം രഹസ്യങ്ങൾ പുറത്തു വന്നതിലാണ് പാർട്ടിക്കുള്ളിൽ അതൃപ്തി ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടി.ജി. നന്ദകുമാറുമായുള്ള ശോഭയുടെ ചില പുറത്തു വന്ന ബന്ധങ്ങളെക്കുറിച്ചും പ്രകാശ് ജാവദേക്കർ തന്നെ അതൃപ്തി രേഖപ്പെടുത്തിയതായി ഇതിനകം റിപ്പോർട്ടുകളുണ്ട്. ഇലക്കാർ വഴി ബി.ജെ.പി ആരെയും പാർട്ടിയിലേക്ക് ഉൾപ്പെടുത്താറോ ക്ഷണിക്കാറോ ഇല്ലെന്ന് പാർട്ടിയുടെ സീനിയർ നേതാവ് പി രഘുനാഥ് അടുത്തിടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അഭിപ്രായപ്പെട്ടിരുന്നു. ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയായ ബി.ജെ.പി നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെയുള്ള നടപടി തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ഹോൾഡ് ചെയ്യുമെന്നുള്ള റിപ്പോർട്ടുകളും ഉണ്ട്. ജയരാജൻ വിവാദം ബി.ജെ.പിയിൽ പുതിയ അധ്യായം തുറക്കുകയാണ്.